എടി മോളെ, ജോലിയൊക്കെ എങ്ങനെയുണ്ടെടി? കഷ്ടപ്പാടൊന്നും കാണിയല്ലായിരിക്കും അല്ലേ? ഈ സർക്കാർ ഓഫീസ് ആയതുകൊണ്ട് അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായില്ലായിരിക്കും. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ അമ്മ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വാ. ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു ചെയർ ഇട്ടിട്ടേ അമ്മേനെ എത്തിക്കോളാം. അപ്പൊ അമ്മയ്ക്ക് അറിയാലോ അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഭയങ്കര കഷ്ടപ്പാടാണോ? ഓ, ഞാനും വിചാരിച്ചു ഈ സർക്കാർ ഓഫീസിലെ ആൾക്കാർക്കൊന്നും അങ്ങനെ വലിയ കഷ്ടപ്പാട് പിടിച്ച പണിയൊന്നും കാണിയല്ലായിരിക്കും എന്നാ ഓർത്തത്. ഓ, എന്റെ പൊന്നമ്മേ, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാ. നല്ല കട്ടിപ്പണിയുണ്ട്, തലയ്ക്ക് നല്ല പ്രാന്ത് പിടിക്കും. പിന്നെ കഷ്ടപ്പാടനുസരിച്ചുള്ള ശമ്പളം ഉണ്ടല്ലോ, അതാ ഒരു സമാധാനം. ഉം അത് നേരാ. ആ, നിന്റെ ചേട്ടത്തിയമ്മ നിന്നെ പഠിപ്പിച്ചൊരു ജോലിക്കാരി ആക്കിയത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. കാര്യം നിന്റെ മൂത്ത ആങ്ങളയുടെ ഭാര്യയാണെങ്കിലേ നീ അവക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കണം. അത്രയ്ക്ക് കടപ്പാട് വേണം നിനക്ക് അവളോട്, കേട്ടാ പറഞ്ഞത്. അതിനേക്കഴിയൊക്കെ മുകളിലമ്മേ ചേട്ടത്തിക്ക് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്ന് പറയുന്നത്. ഭർത്താവിന്റെ വീടും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് വരുമ്പോ എന്റെ മനസ്സ് മൊത്തം ശൂന്യമായിരുന്നു. ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇനി പഴയ കാര്യം കഴിഞ്ഞതും ഒന്നും ഇനി ഓർക്കാനേ നിൽക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, കേട്ടല്ലോ. എടാ മോനെ, നിനക്ക് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ ശരിക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ആ, കുഴപ്പമില്ല. ആ, എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം അങ്ങ് നടത്തിയേക്കാം. ഈ ജൂൺ മാസം വരുമ്പോഴത്തേക്കും നിനക്ക് 29 വയസ്സ് പൂർത്തിയാകും. 30 വയസ്സിന് മുമ്പേ നിന്റെ ചേട്ടൻ കല്യാണം കഴിച്ചതാ. അതുപോലെ തന്നെ നിന്റെ കല്യാണം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും വെച്ച് താമസിപ്പിക്കണം. ആ, നോക്കാമേ. അമ്മേ, കുഞ്ഞേട്ടനെ പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ. ആ, പെണ്ണിനെ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവന്റെ മുഖം കണ്ടാൽ അറിയാം. ഇനി പെണ്ണ് വന്നു കഴിയുമ്പോ അമ്മ അമ്മായിയമ്മ പോരൊന്നും എടുക്കാൻ നിന്നേക്കരുതേ. കൂടി അവിടുന്ന് ഞാനും അമ്മായിയമ്മ പോരൊന്നും എടുക്കുക. പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്. അമ്മയുടെ മൂത്ത മകന്റെ ഭാര്യ, അതായത് എന്റെ മൂത്ത ചേട്ടത്തിയമ്മ, അതുപോലെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന പെണ്ണ് എന്ന് മുൻധാരണയൊന്നും അമ്മയ്ക്ക് ഉണ്ടാകരുത്. അവളെ പോലെ ആകാൻ ആർക്കെങ്കിലും പറ്റുമോടി? മാലാഖയല്ലേ മോള്. ഉം ആ മാലാഖയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ടതെന്ന് അമ്മ മറക്കരുത്. അത് പിന്നെ നിനക്ക് 10-25 വയസ്സായിട്ട് നിന്നെ കെട്ടിക്കണ്ട, പഠിച്ച് ജോലിയായിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതല്ലേ മോളെ. അത് മാത്രമല്ല, നീ PSC അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉറപ്പുമില്ല എപ്പൊ കിട്ടൂന്ന്. അപ്പൊ ആ ഒരു വിഷമത്തിൽ ഞാൻ എന്തൊക്കെയോ അവളെ പറഞ്ഞു പോയി. ആ, അവക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലാ ഞാൻ പറഞ്ഞത്. അങ്ങനെ അവര് വീടും മാറി. അതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. ഓർമ്മ തന്നെ എന്റെ ചങ്ക് പൊട്ടുക. അങ്ങനത്തെ വാക്കുകളാ ഞാനന്ന് അവളോട് പറഞ്ഞത്. ചേട്ടത്തിയമ്മ എന്നെ കെട്ടിക്കണ്ടെന്നും പറഞ്ഞ് എന്തൊരു വാശിയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് പഠിക്കാൻ മടിയായതുകൊണ്ടേ. പിന്നെ പിന്നെ പഠിക്കേണ്ടതിന്റെയും ജോലി മേടിക്കേണ്ടതിന്റെ ഒക്കെ പ്രാധാന്യം ചേട്ടത്തിയമ്മ പറഞ്ഞ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. എന്തായാലും അതുകൊണ്ട് എനിക്ക് ഇന്നിങ്ങനെ ജീവിക്കാൻ പറ്റുന്നു. ഉം അങ്ങനെ അമ്മ ചേട്ടത്തിയമ്മയായിട്ട് വഴക്കായി. ചേട്ടത്തിയമ്മയും ചേട്ടനും ഇവിടുന്ന് മാറി. ആ, ഏതായാലും അമ്മ വിഷമിക്കണ്ട. അമ്മയ്ക്ക് എന്തായാലും രണ്ട് ആമക്കളാണല്ലോ, ഒരാൾ എന്തായാലും മാറി താമസിക്കണം. അങ്ങനെ അവർ മാറി താമസിച്ചെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും സ്നേഹത്തിലാണല്ലോ. അല്ലെങ്കിലും കുറച്ച് അകന്നിരിക്കുമ്പോഴാ സ്നേഹം ഉണ്ടാകുന്നതെന്നാ തോന്നുന്നത്. ഞാനും ചേട്ടത്തിയമ്മയും ഭയങ്കര കൂട്ടായിരുന്നു. എന്നെ പഠിപ്പിച്ചതും കുഞ്ഞേട്ടനെ പഠിപ്പിച്ചതും ഒക്കെ ചേട്ടത്തിയമ്മയാ. ആ, കുഞ്ഞേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ പ്രിയേച്ചിനോടെല്ലാം? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ചേട്ടത്തിയമ്മയുടെ വാക്ക് കേൾക്കാതെയാ എന്നെ കെട്ടിച്ചു വിട്ടത്. അമ്മയുടെ കൂട്ടുകാരന്റെ മോനായിരുന്നു. ഉം, ദുരന്തമായിരുന്നു ജീവിതം. അങ്ങനെ ഡിവോഴ്സായി. ഞാൻ വീട്ടിലുമായി. പിന്നെ ജോലി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പ്രിയേച്ചിയുടെ വീടൊക്കെ എന്ത് വലിയ വീടാ. ഞാൻ ഓർത്ത് എങ്ങനെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടേന്ന്. ആ, എന്റെ പാരന്റ്സിനും റിലേറ്റീവ്സിനും ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്റെ നിർബന്ധം കൊണ്ടാ. ഞാൻ പിന്നെ ദീപുവിന്റെ ജോലി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അയ്യോ, അപ്പം വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വെറുപ്പിച്ചിട്ടാണോ എന്റെ കുഞ്ഞേട്ടനെ കല്യാണം കഴിച്ചത്? ആ, കുഞ്ഞേട്ടനൊരു പാവാ. പിന്നെ വീടൊക്കെ ചെറുതായോണ്ടായിരിക്കും അല്ലേ അവർക്ക്. അത് മാത്രമൊന്നുമല്ല, ഒരു പെങ്ങളുള്ളത് ഇങ്ങനെ ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാരന്റ്സാ സ്വന്തം മകളെ കെട്ടിച്ചു വിടുന്നത്? അല്ല, ഞാൻ ജോലി ശമ്പളം ഉണ്ടല്ലോ. ഒന്നെങ്കിൽ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ ഒരു വാടക വീടും എടുത്ത് മാറിക്കൂടെ? ഇതിപ്പം ഇളയാങ്ങളുടെ കല്യാണം ആവുമ്പോഴെങ്കിലും മാറുന്നതായിരുന്നു ഒരു അന്തസ്. അതെ, ഇത് ഇവളുടെയും കൂടെ വീടാ. തൽക്കാലം ഇവളെ എങ്ങോട്ടും പോകുന്നില്ല. തൽക്കാലത്തേക്ക് നിന്നോട്ടെ. തൽക്കാലത്തേക്ക് മാത്രം. അതാ ഞാൻ പറഞ്ഞത്. നല്ല ശമ്പളം ഉണ്ടല്ലോ, മാറാൻ വേണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അവളുടെ ശമ്പളം കൊണ്ടാ ഈ വീട് കഴിഞ്ഞു പോകുന്നത്. ഈ വീട്ടിലെ സർവ്വ കാര്യങ്ങളും ചെലവുകളും എന്റെ കാര്യങ്ങളും ഒക്കെ പൊന്നുപോലെ നോക്കുന്നതേ എന്റെ മോളാ. അല്ലാതെ എന്റെ ഇളയ മോനല്ല, മോളുടെ ഭർത്താവേ അല്ല. ഓ, അമ്മ എന്നോട് വഴക്കിന് വരുവാണോ? നീ കേട്ടോ, അമ്മ എന്നോട് വഴക്കിന് വരുന്നത്? നീ കാരണോ. ഇപ്പൊ നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനും അമ്മയും തമ്മിൽ വഴക്കായത്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ആങ്ങളമാരുടെ ജീവിതം തകർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ നിൽക്കരുത്. അമ്മ, ഞാൻ മാറി താമസിച്ചോളാം. പ്രിയേച്ചി പറഞ്ഞ പോലെ എവിടെയെങ്കിലും വാടക വീട്ടിലോ ഹോസ്റ്റലിലോട്ടോ എങ്ങോട്ടാന്ന് വെച്ചാൽ മാറിക്കോളാം. വെറുതെ കുടുംബത്ത് വഴക്കുണ്ടാക്കണ്ട. ഞാൻ നാളെ തന്നെ മാറിക്കോളാം. നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാണെങ്കിൽ നിന്റെ കൂടെ ഞാനും വരാം. അങ്ങനെ നിന്നെ തന്നെയാക്കാനൊന്നും പറ്റൊന്നുമില്ല. നിന്റെ അച്ഛൻ മാത്രമേ പോയിട്ടുള്ളൂ. നിന്റെ അമ്മ ജീവനോടെ ഉണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോളെ തനിച്ചാക്കാൻ എന്തായാലും പറ്റിയല്ല. പോയേ പറ്റുന്നാണെങ്കിൽ ഞാനും കൂടെ വരാം. എന്താ ഇവിടെ ഒരു ബഹളം? ആ, നീ വന്നോ? വേറെ ഒന്നുമല്ല, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ പെങ്ങളിപ്പോ ഇവിടുന്ന് മാറണം എന്നാ പറയുന്നത്. ഹും, അതിനാ അവള് പറഞ്ഞാൽ എന്നാ തെറ്റ്? കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് നടക്കൂന്ന് എന്റെ മോൻ വിചാരിക്കണ്ട. നിനക്കേ വലിയ വീടും വെച്ച് മാറണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ. നിന്റെ ഭാര്യനെ വിളിച്ചിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോ. എന്നിട്ട് നീ വീടുണ്ടാക്കുവോ താമസിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ലാണ്ട് എന്റെ മോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റിയല്ല. എനിക്ക് ഈ വീട് പൊളിച്ചിട്ട് വേറെ വീട് വെക്കാനാണ് താല്പര്യം. ഇവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാനത് ചെയ്യാറ്. ഇവളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. വലിയ ജോലിക്കാരനാ പോലും അവൻ, ജോലിക്കാരൻ. ഇന്ന് വരെ ഈ വീട്ടിലേക്ക് ഒരു 100 ചായപ്പൊടി പോലും വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല അവൻ. ഈ വീട്ടിലെ ഒരു കാര്യങ്ങളും അവൻ അറിഞ്ഞിട്ടില്ല. ചേട്ടത്തി അമ്മയും ചേട്ടനും ഉണ്ടായിരുന്നപ്പോ അവര് നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ പെങ്ങൾക്ക് ജോലി കിട്ടിയപ്പോ പെങ്ങള് നോക്കുന്നു. എന്റെ മോൻ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അതുകൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോക്കും. ദീപു, അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഇവിടെ നിക്കണോ? ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്ന് തന്നെ. ആ, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ പിന്നെ നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞേക്കാം. ഇവരുടെ മോളെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ അങ്ങ് പോകുന്നില്ല. എൻ്റെ വീതം ഇങ്ങ് വന്നേരെ. എടാ, നീ എടുത്തോണ്ട് പോയിക്കോടാ. നീ എന്താന്ന് വെച്ചാ കൊണ്ടുപോയിക്കോ. അങ്ങ് തന്നേക്കാം നിന്റെ വീതമോ എന്ത് വേണമെങ്കിലും. മനസമാധാനം വേണം കുടുംബത്ത്. എന്താ അമ്മ ഇത്? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ എങ്ങനെ തോന്നിയെന്നാ? ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ അവൻ അവന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളാ. ആ, നമ്മളൊന്നും അറിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. ഞാനതല്ല വിചാരിക്കുന്നത്. ചേട്ടത്തിയമ്മ 10 പവന്റെ സ്വർണം വിറ്റിട്ടല്ലേ കുഞ്ഞേട്ടനെ പഠിപ്പിച്ചത്. ആ വിചാരമെങ്കിലും കുഞ്ഞേട്ടന് വേണ്ടേ? ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ വലിയ ശമ്പളക്കാരനൊക്കെ ആയില്ലേ. ചേട്ടത്തിയമ്മയുടെ അച്ഛനെ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സ്വർണ്ണമല്ലേ, അതും കൂടി തിരിച്ചു തരാൻ പറ. എന്റെ പൊന്നുണ്ണിമോളെ, ഞാൻ തിരിച്ച് അവന്റെ അടുത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവനെ പഠിപ്പിച്ചത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ നിരാശ സങ്കടം ഒക്കെ ഉണ്ടാവുന്നത്. എന്നാലും എന്റെ ഇളയ മോൻ ഇങ്ങനെയായി പോയല്ലോ. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് സാരമില്ലെന്ന് അമ്മ ഈ പറയുന്നത്? പറഞ്ഞിട്ടൊരു കാര്യമില്ല. അമ്മയ്ക്ക് മക്കളെ കുറിച്ചൊരു ബോധം വേണമായിരുന്നു. അമ്മേനെ നോക്കുന്ന മക്കളെ അമ്മ കൂടെ നിർത്താൻ ശ്രമിക്കണമായിരുന്നു. അതെങ്ങനെയാ? മക്കളെ മനസ്സിലാക്കാൻ മിക്ക കാരണവന്മാർക്കും കഴിയാറില്ലല്ലോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വിഷമം അതല്ല. ഞാൻ കാരണമാണോ അവര് പോയെന്ന് ഓർത്തിട്ട് എനിക്ക് ദേ ഉണ്ണിമോളെ, വേണ്ട. നീ കാരണം ഒന്നുമല്ല. നീ ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവർ ഇത് തന്നെ ചെയ്യും. ഇപ്പൊ നിന്നെ കരുവാക്കി, അത്രേ ഉള്ളൂ. ഇതൊന്നും പെട്ടെന്നൊന്നും ഉണ്ടായ തീരുമാനങ്ങളൊന്നും അല്ല മോളെ. നമ്മളും ചോറ് തന്നെയല്ലേ തിന്നുന്നത്. സാരമില്ല, അവൻ പോയി ജീവിക്കട്ടെ. അമ്മ പറഞ്ഞതാ ശരി. നീ അതുകൊണ്ട് അതോർത്തൊന്നും മനസ്സ് വിഷമിക്കണ്ട. ഉണ്ണിമോള് വൈകുന്നേരം തന്നെ വരുമായിരിക്കും അല്ലേ അമ്മേ? ഇല്ല മോളെ, അവള് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവളെ ഭർത്താവിന്റെ വീട്ടിൽ പോയതല്ലേ. അവിടുത്തെ അമ്മ പറഞ്ഞു 2 ദിവസം നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞെന്ന്. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആ, കല്യാണ സമയത്തെ അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ ഇരട്ട ആമക്കളിൽ ഒരാളെ കൊണ്ടാ നിങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ ഇവിടെ നിർത്താന്ന്. ആ വാക്ക് എന്തായാലും അവര് പാലിച്ചല്ലോ. എന്തായാലും അവക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ അമ്മേ. നല്ല സ്നേഹമുള്ള ഭർത്താവ്, ഇപ്പൊ ഒരു കുഞ്ഞു മോൻ, നല്ല സ്നേഹമുള്ള ഒരു കുടുംബം. ഭർത്താവിന്റെ വീട്ടുകാർക്കൊക്കെ അവളോട് എന്തൊരു സ്നേഹമാണ്. ഒരുപാട് കണ്ണീര് കുടിച്ചിട്ട് പാവത്തിന് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ അവസാനം. അതെ, പാവം എന്തോരം അനുഭവിച്ചതാ. അതെല്ലാം ഇപ്പം ദൈവം മാറ്റി കൊടുത്തു. എന്തായാലും ഞാൻ എന്നാ പിന്നെ ഇറങ്ങിയേക്കും അമ്മേ. വൈകുന്നേരം ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കിടക്കാൻ വേണ്ടിട്ട്. ഉണ്ണിമോൾ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ആ, ശരി മോളെ. ആ, എന്നാ പിന്നെ പോയിക്കോ, പിള്ളേര് വരുമ്പത്തേക്കും. ഉം. ആ, മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഇല്ല ചേച്ചി, ഞാനേ ജോലിക്ക് പോകുന്ന വഴിയിട്ട് ഇവിടെ ഒന്ന് കേറിയതാണേ. ഇനി വൈകുന്നേരം വരും. ഉണ്ണിമോൾ ഇവിടെ ഇല്ലല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ വൈകുന്നേരം ഇങ്ങോട്ട് കിടക്കാൻ വരും. ആണോ? എന്താ ചേച്ചി, അമ്മേനെ കാണാൻ വന്നതാണോ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? അല്ല മോളെ, ഞാനേ ഈ പപ്പായ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. മോളെ കണ്ട സ്ഥിതിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ചേച്ചി? അത് മോളെ, ഇവിടുത്തെ ഇളയ മോനില്ലേ, ദീപു. ആ, അവന്റെ കാര്യമാ. ഞാന് 2 ദിവസം മുമ്പേ
പിന്നെ എൻ്റെ ചേച്ചിയുടെ മകന്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അടുത്താണല്ലോ ഇവര് താമസിക്കുന്നത്. അപ്പം ദീപുമോന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. നേരാണോ ചേച്ചി? അവള് ഗർഭിണിയായിരുന്നെന്നാ കേട്ടത്. കൊച്ചിന്റെ അച്ഛന്റെ കൂടെ ഒളിച്ചോടി പോയത്. അല്ല അപ്പൊ ദീപു? അവൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കുടിച്ചു കുടിച്ച് ബോധമില്ലാണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുവാന്നാ കേട്ടത്. ഇവിടുത്തെ 10 സെന്റ് സ്ഥലവും വിറ്റിട്ടല്ലേ അവൻ പോയിട്ട് അവിടെ വീട് വാങ്ങിയത്. വീട് വാങ്ങിയതോ ഭാര്യയുടെ പേരില്. ഇനിയിപ്പോ അവിടുന്ന് ഇറങ്ങിപ്പോകാനും പറഞ്ഞ് അവൾ അവളുടെ കെട്ടിയവനെയും കൊച്ചിനെയും കൊണ്ട് എപ്പോഴാ വരുന്നേന്ന് അറിയത്തില്ല. ആകെ സമനില തെറ്റിയിരിക്കുവോ ചെറുക്കെന്നാ കേട്ടത്. മോള് തൽക്കാലം അമ്മയോട് ഇതൊന്നും പറയണ്ട. ഞാൻ മോളെ കണ്ടതുകൊണ്ട് പറഞ്ഞൂന്നേ ഉള്ളൂ. കേട്ടല്ലോ? ഇപ്പൊ അമ്മ ഒന്നും അറിയണ്ട.